ശ്രീ റോണി, യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ കാണുന്ന ഈ ഭരണമാറ്റം LDF വരുന്നു, UDF വരുന്നു, UDF മാറി LDF വരുന്നു എന്ന് വരുമ്പോൾ പലപ്പോഴും LDF UDF സർക്കാരുകളുടെ താരതമ്യമാണ് നടക്കാറുള്ളത്, പ്രത്യേകിച്ചൊരു ഇലക്ഷൻ വർഷത്തിലേക്കൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ കഴിഞ്ഞ LDF സർക്കാരും ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു താരതമ്യം വരുന്നു. ആ സർക്കാരിനെ രണ്ടിനെയും നയിച്ച മുഖ്യമന്ത്രി ഒന്നാമത്തതിനേക്കാൾ മികച്ചതായിരിക്കണം രണ്ടാമത്തത്. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരെക്കാൾ മികച്ച നിലയിൽ പെർഫോം ചെയ്തവരാകണം രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്ന നിലയിലേക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പിൽ ഓടുമ്പോൾ, ഒരു ഫിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ അങ്ങനെ മികവോടെ നിൽക്കുന്നു, അത് ആത്മവിശ്വാസത്തോടെ പറയാൻ സർക്കാരിന് കഴിയുന്നു എന്നതല്ലേ ഇന്നത്തെയും വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ആ നിലയിൽ താരതമ്യം അവരുടെ തന്നെ സർക്കാരുകളെ സംബന്ധിച്ച UDF-ഉമായിട്ട് ല്ല ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇത് ഏറ്റവും അധികം ബാധിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണോ? ആ പ്രതിപക്ഷ നേതാവ് 4-ാം വർഷത്തെ സമ്മാനമായി അവതരിപ്പിച്ച ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏറ്റവും അധികം പിന്തുണച്ച കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെയാണ്. മാധ്യമങ്ങൾ അനർഹമായി പണം വാങ്ങി എന്ന നിലയിൽ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അധിക്ഷേപിക്കുന്നതിന് കൂടി അദ്ദേഹം നിലവിട്ട ഒരവസ്ഥയിലേക്ക് ചെന്നുപെട്ടിട്ടുണ്ടോ എന്നതുപോലും തോന്നിപ്പോകുന്നു ഇപ്പോൾ അദ്ദേഹം പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ. റോണി, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ ഒരു അവകാശവാദത്തിലൊന്നും അല്ല രണ്ടാമത് ഒരിക്കൽ കൂടി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത്. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന സവിശേഷ സാഹചര്യം, കോവിഡുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കി കൊടുത്തത്. അപ്പോഴല്ലേ ജനങ്ങൾ വാശിയോടെ പോയി ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ റോണി വോട്ട് ചെയ്യുക? കാരണം സവിശേഷ സാഹചര്യത്തിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യത്തിൽ ഇവരെന്താ ചെയ്തത് എന്ന് തോന്നിയാൽ കേരളം പോലൊരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക? നിങ്ങൾ കണ്ണുടച്ച് ഇരുന്നാൽ മതി, പാർട്ടി ഓഫീസിലോ വീട്ടിലോ ഇരുന്നാൽ മതി, സുഖമായി ജയിച്ചു വരും. നിങ്ങൾ വിചാരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെ. പക്ഷേ എന്താണ് അസാധാരണമായ സവിശേഷമായ സാഹചര്യത്തിൽ, റോണി പറഞ്ഞ അതേ വാചകം, സവിശേഷമായ സാഹചര്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഭരിക്കേണ്ടതെന്നല്ലേ ആ മുഖ്യമന്ത്രിയോട് അന്ന് ജനം പറഞ്ഞത്? നിങ്ങൾക്ക് ഇന്നും അത് അഡ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് വസ്തുതയാണ്. നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലത്. കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് സമർത്ഥമായി പറ്റിച്ചത് എന്ന് പിന്നീട് ഈ വസ്തുതകളൊക്കെ പുറത്തു വന്നു. ഒരു ജനത എങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു സാർ? നിങ്ങൾ കേരളീയരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്. മാധ്യമങ്ങളെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ച പോലെ തന്നെയാണിത്. ഒരിക്കലും അല്ലല്ലോ. കാരണം PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും അന്ന് കർണാടക സർക്കാർ വാങ്ങിച്ച കിറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കിപ്പോൾ ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. 2024 പോലും ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇത് പറയുന്നത് റോണി? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കിൽ ഒരു നിമിഷം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കിൽ വർഷങ്ങൾക്ക് ശേഷം കേന്ദ്രം പറഞ്ഞത് എന്താണ്? 21 ലക്ഷം മരണമാണ് അധികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം കഴിഞ്ഞപ്പോൾ. അതിൽ ഗുജറാത്ത് എത്രയാണ്? ഗുജറാത്ത് ഏതാണ്ട് 50,000-ൽ താഴെ മറ്റോ ആയിരുന്നു അന്ന് ഡിക്ലെയർ ചെയ്തത്. ഇന്നിപ്പോൾ 1,90,000-ൽ പരം. അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങൾ. അതിൽ ഏറ്റവും അവസാനം നമ്മൾ 4,000 മരണം റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് അതിനാനുപാതികമായിട്ടൊന്നുമല്ല, വളരെ നാമമാത്രമായ വർധനവ് മാത്രമേ വന്നിട്ടുള്ളൂ. കണക്കുകൾ, ഡെത്ത് രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം. അതങ്ങനെ തന്നെയാണ്, നമ്മുടെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അന്നും എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ കണക്ക് വന്നപ്പോൾ വ്യക്തമായല്ലോ. അതിനെങ്ങനെയാണ് റോണി തിരുത്തി പറയുന്നത്? ഈ കേന്ദ്ര സർക്കാർ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് കേരള സർക്കാരും കള്ളക്കണക്കുകൾ, ഗുജറാത്തിനൊക്കെ അവർ വെളുപ്പിക്കണ്ടേ? ചേരുന്നില്ല റോണി പറഞ്ഞത്, തമ്മിൽ ചേരുന്നില്ല. കേരളത്തെ വെളുപ്പിക്കാനാണോ അവർ നോക്കുക? ഗുജറാത്ത്, മറ്റ് സംസ്ഥാനങ്ങൾ, UP, എത്ര സംസ്ഥാനങ്ങൾ? ഞാൻ വേണേൽ കണക്കെടുത്ത് തരാം, അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഫാക്ച്വലി ഭയങ്കരമായ തെറ്റായ കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്. ഒരിക്കലുമല്ല. കാരണം ഞാൻ ഇവിടെ പറഞ്ഞു വന്ന പോയിന്റ് എന്നത് കോവിഡ് കാലത്ത് ഇടതുപക്ഷ സർക്കാർ നടത്തിയ PR വർക്ക്, അതുപോലെ മുഖ്യമന്ത്രി നിരന്തരം നടത്തിയ പത്രസമ്മേളനങ്ങൾ, അതിലൂടെ കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. PR വർക്ക് കണ്ടാൽ അതിന് വോട്ട് ചെയ്യുന്നവരാണോ? പണ്ട് കോൺഗ്രസ് പാർട്ടി പ്രേം നസീറിനെ ഇറക്കിയിരുന്നു. പണ്ട് പ്രേം നസീറിനെ അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുന്ന കാലത്ത് കോൺഗ്രസ് പാർട്ടി UDF അദ്ദേഹത്തെ പ്രചാരണത്തിനിറക്കി, അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായി അവതരിപ്പിച്ചു. എന്ത് ഗുണമുണ്ടായി? അങ്ങനെയൊന്നും ചാരായ നിരോധനം നടപ്പാക്കി അതിന്റെ പേരിൽ ജയിക്കാമെന്ന് ശ്രീ AK ആന്റണി വിചാരിച്ചു. കേരളത്തിൽ നടപ്പായില്ല. അപ്പൊ ഓരോ ഘട്ടത്തിലും ചുഴലിക്കാറ്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ 2018 ഉണ്ടായ വലിയ പ്രളയം ഉൾപ്പെടെ അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിലൊക്കെ അട്ടർ ഫെയിലറായി നിന്ന ഒരു സർക്കാർ, മുഖ്യമന്ത്രിയെ തന്നെ എങ്ങനെയാണ് അവിടെ പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റ് ബാധിച്ച സ്ഥലങ്ങളില് ചെന്ന മുഖ്യമന്ത്രിയെ തന്നെ എങ്ങനെയാണ് ജനം തിരിച്ചോദിക്കുന്നത് എന്നൊക്കെ നമ്മൾ ലൈവായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. കേരളത്തിൽ ആദ്യമായി ഈ വിധവ സമരം തന്നെ ആ ചുഴലിക്കൊടുങ്കാറ്റില്
ഭർത്താക്കന്മാരെയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആ വിധവകളായ സ്ത്രീകൾ ഓക്കെ എത്രയോ തവണ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നയിക്കുന്നതെന്നും ശരി റോണി ഓക്കി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് ആ. 15 ലക്ഷം രൂപ വകമാറ്റിയതൊക്കെ കേരളം ചർച്ച റോണി അത് ഏതായാലും ഇത് വിടുക. വേറെ ഒന്നും കൊണ്ടല്ല. ഭരണ വീഴ്ചകളുടെ ആത്യന്തികമായി